ക്യാമ്പസുകളിലെ ലഹരി ഉപയോഗത്തിൽ ഗവർണർ വിളിച്ച യോഗം ഇന്ന് ചേരും. വൈസ് ചാൻസലർമാർ പങ്കെടുക്കുന്ന യോഗം വൈകിട്ട് രാജ്ഭവനിലാണ് ചേരുക. ക്യാമ്പസുകൾ ലഹരി മുക്തമാക്കുന്നതിനുള്ള നടപടികൾ യോഗത്തിൽ ആലോചിക്കും. ഡാൻ കുര്യൻ വിവരങ്ങളുമായി. ഡാൻ, ഞാൻ തുടക്കത്തിൽ പറയുകയായിരുന്നു, കേരളം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ വിപത്ത് എന്താണെന്ന് ചോദിച്ചാൽ അത് ലഹരിയുടെ ഈ വല തന്നെയാണ്. അത് പൊട്ടിക്കുക എന്നത് സമൂഹത്തിന്റെ എല്ലാ മേഖലയും ഒത്തുചേർന്ന് പ്രവർത്തിക്കേണ്ട ഒരു വിഷയമാണ്. ക്യാമ്പസുകൾ എന്ന പ്രധാനപ്പെട്ട അത്തരം കേന്ദ്രങ്ങളെ എങ്ങനെ മുക്തമാക്കാനാണ് ആലോചിക്കുന്നത്? ഏത് തരത്തിലുള്ള കൂടിയാലോചനകളാണ് ഈ വിഷയത്തിൽ നടക്കുന്നത്? എന്താണ് ഇന്നത്തെ യോഗത്തിന്റെ പശ്ചാത്തലം? ഈ തുടർച്ചയായി ഉണ്ടാകുന്ന ലഹരി കേസുകൾ, അതായത് ഏതാണ്ട് 2 മാസത്തിനിടെ 63ഓളം കൊലപാതകങ്ങൾ, അതിൽ തന്നെ 30ഓളം കേസുകളിൽ പ്രതിസ്ഥാനത്ത് മാറിയിരിക്കുന്നത് ലഹരിയുടെ ഉപയോഗം തന്നെ. അങ്ങനെ വീടുകൾക്കുള്ളിൽ വെച്ച് നടന്ന കൊലപാതകങ്ങളായിരുന്നു ഈ 63 കൊലപാതകങ്ങളിൽ ഭൂരിപക്ഷവും എന്നാണ് പോലീസിന്റെ അന്വേഷണത്തിലടക്കം കണ്ടെത്തൽ. അങ്ങനെ വരുമ്പോൾ ഈ ലഹരിയുടെ ഉപയോഗം എത്ര കണ്ട് സമൂഹത്തെ അക്രമോത്സുകമാക്കുന്നു എന്നത് വലിയ തരത്തിൽ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ക്യാമ്പസുകളെ ലഹരി മുക്തമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഗവർണർ നേരിട്ട് ഇടപെടുന്ന ഒരു അടിയന്തര നീക്കം, അങ്ങനെ ഒരു നീക്കം രാജ്ഭവനിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഗവർണർ RV ആർലേക്കർ വൈസ് ചാൻസലറുമായി ഇന്ന് വൈകുന്നേരമായിരിക്കും രാജ്ഭവനിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തുക. ഏത് തരത്തിലാണ് ഈ ലഹരി മുക്ത പരിപാടികൾ ക്യാമ്പസുകളിൽ നടപ്പിലാക്കേണ്ടത് എന്നത് സംബന്ധിച്ച കൃത്യമായ ഒരു കൂടിയാലോചനകൾ ഈ യോഗത്തിൽ ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതിനോടകം തന്നെ പല ക്യാമ്പസുകളിലും വിവിധ യൂണിറ്റുകളായി, അതായത് ഈ ലഹരിയെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിരവധി മാർഗങ്ങൾ പോലീസിന്റെയും മറ്റ് സന്നദ്ധ സംഘടനകളുമൊക്കെ സഹായത്തോടെ വിവിധ ക്യാമ്പസുകളിൽ നടപ്പിലാക്കുന്നുണ്ട്. പക്ഷേ അതിനൊരു ഏകീകൃത സ്വഭാവം ഇല്ല എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. അവിടെ എങ്ങനെ ഇതിനെ ഡിഫെൻഡ് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഉപയോഗം ഉണ്ടെങ്കിൽ ശ്രദ്ധയിൽപ്പെട്ടാൽ ഏത് തരത്തിൽ ആ വിവരങ്ങൾ രഹസ്യമായി പോലീസിന് കൈമാറാം, എക്സൈസിന് കൈമാറാം. ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ കൂടുതൽ വിദ്യാർത്ഥികളെ അവെയറാക്കുന്നതിന് വേണ്ടി, ബോധവാന്മാരാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നീക്കമായിരിക്കും ഇനി അങ്ങോട്ട് ഉണ്ടാകുക. നമ്മൾ എടുത്തു കാണേണ്ട കാര്യം, ഇത് കോളേജുകളിൽ മാത്രം ഒതുങ്ങുന്ന ഒരു സംഭവമല്ല. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ മുതൽ ലഹരിക്ക് അടിമകളാകുന്നു എന്ന ഏറ്റവും ആശങ്കയുണർത്തുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് ഇത് കോളേജ് ക്യാമ്പസുകളിൽ മാത്രം ഒതുങ്ങേണ്ട ഒരു ബോധവൽക്കരണമല്ല, അതിനപ്പുറത്തേക്ക് ഇതിനൊരു വ്യാപകമായ മാനം കൈവരേണ്ടതുണ്ട്. എന്തായാലും ഗവർണർ വിളിക്കുന്ന യോഗത്തിൽ ക്യാമ്പസുകളിലെ ഈ ലഹരി ഉപയോഗം നിയന്ത്രിക്കുന്നതിന്, അത് പൂർണ്ണമായി തടയിടുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങളുടെ ഭാഗമായിട്ടാണ് ഇന്ന് വൈകുന്നേരം വൈസ് ചാൻസലർമാരുമായി നടക്കുന്ന കൂടിക്കാഴ്ച രാജ്ഭവനിൽ നടക്കുന്നത്. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്.